ബാർക്കോഴ കേസിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വിധിയുണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടർ തീർപ്പുണ്ടാക്കിയത് തെളിവ് പരിശോധിക്കാതെയാണ് എന്ന് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിജിലൻസ് ഡയറക്ടർക്കെതിരെ തന്നെ ഉണ്ടാകുന്നു. വിജിലൻസ് ഡയറക്ടർ കൃത്യമായി തെളിവ് പരിശോധിക്കാതെ തന്റെ നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥന് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. സാലി മുഹമ്മദ് ചേർന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിജിലൻസ് ഡയറക്ടർക്കെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. സാലി, കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ. സൗമ്യ, തീർച്ചയായും വിധി പ്രസ്താവത്തിന്റെ ഒരു ഭാഗത്താണ് വിജിലൻസ് ഡയറക്ടർ സ്വീകരിച്ച സമീപനത്തെ കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ തെളിവുകൾ കൃത്യമായി വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ചില്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പരിശോധിച്ചെങ്കിൽ തുടരന്വേഷണത്തിന് ഡയറക്ടർക്ക് തന്നെ ഉത്തരവിടാമായിരുന്നു. അതായത് സ്വന്തം അഭിപ്രായം അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ ചെയ്തത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അന്തിമ വിധിയിലേക്ക് എത്തിയിട്ടില്ല, വിധി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലുണ്ടായ വാചകങ്ങളാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി എത്തിയില്ലെങ്കിലും വളരെ വ്യക്തമാണ് എന്താണ് കോടതി പറയുന്നത് എന്നുള്ളത്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ കവച്ചുവെച്ച് മറ്റൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയ വിജിലൻസ് ഡയറക്ടർക്കെതിരെ കൃത്യമായ പരാമർശങ്ങളാണിത്. വിജിലൻസ് ഡയറക്ടർ നടത്തിയത് നിയമപരമല്ലാത്ത കാര്യങ്ങൾ എന്ന് കോടതി ഇപ്പോൾ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: തെളിവുകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല വിജിലൻസ് ഡയറക്ടർ. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു, കുറെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ആ തെളിവുകൾ കൃത്യമായി പരിശോധിക്കാൻ ഡയറക്ടർ തയ്യാറായില്ല എന്ന നിശിതമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. സാലി, ഒരുപക്ഷെ വിജിലൻസ് കോടതിയുടെ ഇതേ നിലപാട് തന്നെയല്ലേ വിജിലൻസ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതും? സ്വാഭാവികമായി, തീർച്ചയായും വിജിലൻസ് കോടതിയുടെ വിധിയിലെ കാര്യങ്ങൾ തന്നെ വിധിയിലെ ഒരു ഭാഗം ഇപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നു എന്ന് തന്നെ അതിനെ വ്യക്തമാക്കേണ്ടി വരും. കാരണം വിജിലൻസ് ഡയറക്ടർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഡയറക്ടർ എടുത്ത നിലപാടുകളെയാണ് വിജിലൻസ് കോടതി തന്നെ ചോദ്യം ചെയ്ത് റദ്ദാക്കി വിശദമായ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അതിനെതിരെയായിരുന്നു വിജിലൻസ് ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയത്. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ നടപടിയിലെ ഒരു ഭാഗം ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഉള്ള പരാമർശങ്ങളാണ് കൃത്യമായി ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ നടപടിക്രമങ്ങളിൽ വലിയ പാളിച്ചകൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ വിജിലൻസ് ഡയറക്ടറുടെ നടപടികളാണ് ഈ കേസ് അട്ടിമറിക്കാൻ വലിയ കാരണമായതെന്ന ആരോപണം ഉയർന്നിരുന്നു. വളരെ വ്യക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ എം മാണിക്കെതിരെ വളരെ വിശദമായി തെളിവുകൾ കണ്ടെത്തി ശേഖരിച്ച് തയ്യാറാക്കുന്നു. അത് തയ്യാറാക്കിയ വസ്തുതാ റിപ്പോർട്ട് പരിശോധിക്കാതെ സ്വന്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വിജിലൻസ് ഡയറക്ടർ തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ കേസാണിത്. സ്വാഭാവികമായും അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഉന്നത നീതിപീഠത്തിന് മുമ്പാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യം. അതിന്മേൽ കോടതി വിധി പ്രസ്താവത്തിനിടയ്ക്ക് നിർണായകമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: തെളിവുകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല ഡയറക്ടർ, എങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു. സ്വന്തം അഭിപ്രായം അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ ചെയ്തത് എന്ന് പറയുന്നതിലൂടെ വ്യക്തമാണ് നിലപാട്. സുപ്രധാനമായ ഒരു നിരീക്ഷണം കൂടി വിധി പ്രസ്താവത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ഡയറക്ടർക്ക് നടപടിക്രമങ്ങളിൽ പിഴവ് പറ്റി എന്നുകൂടി ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. സാലി, തുടർന്നോളൂ. സൗമ്യ, തീർച്ചയായും ഡയറക്ടർക്ക് നടപടിക്രമങ്ങളിൽ പിഴവ് പറ്റി എന്ന് തന്നെയായിരുന്നു വിജിലൻസ് കോടതിയുടെയും കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി വിജിലൻസിനെതിരാണ് ആ വിധി എന്ന് തന്നെ പറയാം. ഇതിന്റെ അന്തിമ തീരുമാനത്തിലേക്ക്, അന്തിമ വിധിയിലേക്ക്, ഓർഡറിലേക്ക് ഭാഗത്തേക്ക് കോടതി എത്തിയിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന നടപടിക്രമങ്ങൾ, ഇരുഭാഗത്തിന്റെയും വാദങ്ങളും മറുവാദങ്ങളും ജഡ്ജ്മെന്റിന്റെ ഭാഗമായി കോടതി നടപടികളുടെ ഭാഗമായി വിശദീകരിക്കുകയാണ്. ജഡ്ജ്മെന്റിന്റെ ആദ്യ ഭാഗത്ത് അല്പസമയത്തിനകം ഓർഡറിലേക്ക് കടക്കും. ആ ഓർഡറിലേക്ക് കടക്കുമ്പോഴായിരിക്കും അന്തിമ തീരുമാനം വരിക. ഇപ്പോൾ സൗമ്യം പറഞ്ഞത് അടക്കമുള്ള പരാമർശങ്ങൾ ഈ ജഡ്ജ്മെന്റിലെ തന്നെയാണ് എന്നുള്ളത് നിയമപരമായി വളരെ പ്രാധാന്യമുണ്ട്. അത് എന്താണ് കോടതി വിധിയിലേക്കുള്ള ദിശയായി തന്നെ നമുക്ക് കാണാം. ഏതായാലും ഡയറക്ടർ അധികാര പരിധി സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ കോടതി തന്നെ ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ബാർ കോഴയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ അട്ടിമറിക്കാൻ
വിജിലൻസ് ഡയറക്ടർ നീക്കം നടത്തിയെന്ന രാഷ്ട്രീയ ആരോപണമാണ് ഉയർന്നത്. ആ ആരോപണം വിജിലൻസ് കോടതി ഒരു പരിധിവരെ ശരിവെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഹൈക്കോടതിയിലെത്തുമ്പോൾ ഹൈക്കോടതിയും അത് ശരിവെക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിധി പ്രസ്താവം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ അല്പസമയത്തിനും വിവരങ്ങൾ നൽകാൻ കഴിയും. ഒരുപക്ഷെ വിജിലൻസ് കോടതി നടത്തിയിട്ടുള്ള വളരെ വിശദമായ വിജിലൻസ് ഡയറക്ടർക്ക് എതിരായ വിമർശനങ്ങളുടെ അതേ സമാനമായ രീതിയിൽ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. സ്പെസിഫിക്കായി സാലി ആ കാര്യങ്ങളിലേക്ക് പോയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുപക്ഷെ കോടതിയുടെ നിലപാടിനെ ശരിവെച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയ വിധി പ്രസ്താവം ഇപ്പോൾ? സാലി, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. കോടതി ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. വിധി പ്രസ്താവം പൂർണ്ണമായ വിധി 2 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മാനുവൽ ലംഘിച്ചു എന്ന തരത്തിലുണ്ടായിട്ടുള്ള വിമർശനങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് അക്കമിട്ട് പറഞ്ഞാൽ ഏത് വിധത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? സൗമ്യ, പ്രധാനമായും ഇന്നത്തെ ഇതുവരെ പറഞ്ഞ വിധി പ്രസ്താവത്തിലെ ഭാഗങ്ങളിൽ കൃത്യമായുള്ളത് ഡയറക്ടറുടെ നടപടികളിലെ പാകപ്പിഴകളും അപാകതകളും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കോടതി. അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു കേസിൽ അന്വേഷിച്ച് ശേഖരിക്കുന്ന തെളിവുകളിൽ എത്രമാത്രം അതിൽ ഇടപെടാൻ അതിന്റെ മേലധികാരി എന്ന നിലയ്ക്ക് ഡയറക്ടർക്ക് അധികാരവും അവകാശവുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഡയറക്ടർ തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് ഇത്തരമൊരു റിപ്പോർട്ടിലേക്ക് കടക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചത്. തുടരന്വേഷണത്തിൽ ഡയറക്ടർക്ക് തന്നെ നിർദ്ദേശം നൽകാമായിരുന്നു എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ. അതിന് അദ്ദേഹം തയ്യാറായില്ല. മാത്രവുമല്ല, ഇതിന് തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാതെ സ്വന്തം അഭിപ്രായം ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനുമേൽ കെട്ടിവെക്കാനും അത് റിപ്പോർട്ടാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് കോടതി പറയുമ്പോൾ കൃത്യമാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് ഡയറക്ടറെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി UDF സർക്കാർ ഈ ബാർ കോഴ അട്ടിമറിക്കാൻ നടത്തിയ കേസുകളിലേക്ക് കൃത്യമായ ഒരു വിരൽ ചൂണ്ടലാണ് ഇത് എന്ന് തന്നെ പറയാം. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം വിധി പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തും. സാലി, തിരികെ എത്താം. ദിനകർ, ഒരുപക്ഷെ വിജിലൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായൊരു വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അക്കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ശരിയല്ല. പക്ഷേ വിജിലൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡയറക്ടറുടെ അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി പ്രസ്താവത്തിൽ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ വിജിലൻസ് കോടതിയുടെ നിലപാടുകളുമായി തട്ടിച്ചു നോക്കിയാൽ അത് ഏത് വിധത്തിലാണ്? പൊതുവിൽ വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളെ സാധൂകരിക്കുന്നത് തന്നെയാണ് കോടതി ഇതുവരെ നടത്തിയ പരാമർശങ്ങൾ എന്ന് വ്യക്തമാണ്. വിജിലൻസ് കോടതി വിജിലൻസ് ഡയറക്ടറുടെ കീഴ്വഴക്കവും നടപടിക്രമങ്ങളും ലംഘിച്ചുള്ള ഇടപെടലുകളെയാണ് വിജിലൻസ് കോടതി ചോദ്യം ചെയ്ത് തുടരന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അതിനെതിരെയുള്ള വിജിലൻസിന്റെ ഹർജിയാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യത്തിലുണ്ടാകുന്ന പരാമർശങ്ങൾ വിജിലൻസ് ഡയറക്ടറുടെ നടപടികൾക്ക് എതിരാകുമ്പോൾ കൃത്യമാണ് അത് വിജിലൻസ് കോടതി വിധിക്കുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ്. ഇതുവരെ പരിശോധിച്ചാൽ ഏതായാലും അന്തിമ വിധിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ അത്തരം ഒരു നിലപാടിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയമായി സർക്കാരിന് ഒരു വലിയ ഒരു തിരിച്ചടി എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ് ഇതുവരെയുള്ള പരാമർശങ്ങൾ. പക്ഷെ അന്തിമ വിധി വരെ നിഗമനത്തിലെത്താൻ നമുക്ക് കാത്തു നിൽക്കണം. പക്ഷെ പരാമർശങ്ങൾ തീർച്ചയായും വിജിലൻസ് ഡയറക്ടർക്കെതിരാണ്. അത് സ്വാഭാവികമായും സർക്കാരിനെതിരാകുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി UDFന് എതിരായ ചില പരാമർശങ്ങളിലേക്കാണ് ഇപ്പോൾ ഇതുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കോടതി വിധിയിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായി ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അവിടെ വിജിലൻസ് ഡയറക്ടറുടെ നിലപാടുകൾ കൂടി കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിക്കുന്നില്ലേ? തെളിവുകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, സുപ്രീം കോടതി അഭിഭാഷകരുടെ അഭിപ്രായം മാത്രം മാനിച്ചു എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ എന്താണ് താല്പര്യം എന്ന് ഹൈക്കോടതി ചോദിച്ച ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയല്ലേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ? സൗമ്യ, കൃത്യമായും ഒരു കേസ് അന്വേഷണത്തിൽ ഏത് വിധേന ഇടപെട്ടത് അനുകൂലമാക്കാം അധികാരികൾക്ക് എന്നുള്ളതിന് വ്യക്തമായ ചില തെളിവുകൾ നിരത്തിയായിരുന്നു വിജിലൻസ് കോടതി അന്ന് വിധി പറഞ്ഞത്. കൃത്യമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ
നടപടികളിൽ മേലുദ്യോഗസ്ഥൻ ഇടപെട്ടു. അത് മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വിജിലൻസ് ഡയറക്ടർ ഇടപെട്ടത് കേവലം വിജിലൻസ് ഡയറക്ടറുടെ വ്യക്തിപരമായ ആവശ്യമല്ല, അത് രാഷ്ട്രീയമായി ഭരണകക്ഷി എടുത്ത നടപടികളുടെയും തീരുമാനങ്ങളുടെയും ഭാഗമായി തന്നെയായിരുന്നു എന്ന് വിമർശനം അന്ന് തന്നെ ഉയർന്നിരുന്നു. ഏതായാലും കോടതി അത്തരം പരാമർശങ്ങൾ കടക്കുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. വിജിലൻസ് ഡയറക്ടർ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് കീഴടങ്ങി എന്ന് വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സാലി, സൗമ്യ, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ച തന്നെയാണിത്. വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച പ്രധാനപ്പെട്ട എല്ലാ നടപടികളെയും കോടതി വിധി പ്രസ്താവത്തിലൂടെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് നിയമപരമല്ല എന്ന് പറയുക മാത്രമാണ് ഇനിയുള്ളത്. വിജിലൻസ് ഡയറക്ടർ നടപടികളെ എണ്ണി കോടതി വിമർശിക്കുന്നു. വളരെ വ്യക്തമാണ് എന്താണ് കോടതി നൽകുന്ന സന്ദേശമെന്ന്. അത് കൃത്യമായി അല്പസമയത്തിനകം കോടതി വിധിയിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാമർശങ്ങൾ എന്ന് പറയുന്നത് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായ പരാമർശങ്ങൾ കൂടിയാണ് എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ്, അത് തുടർ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം പറയാൻ പോകുന്ന വിധിയിലുണ്ടാവുക. സാലി, തിരികെ എത്താം. ദിനകർ, ഒരു പക്ഷേ ഇത്രയും വിധി പ്രസ്താവങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുകൂടി വായിച്ചെടുക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പൂർണ്ണമായ ഒരു വിധി പ്രസ്താവം വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ കൂടി വിജിലൻസ്, പ്രത്യേകിച്ച് വിജിലൻസ് സർക്കാർ തന്നെയാണ് ഈ വിധത്തിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എങ്കിൽ കൂടിയും വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ വിജിലൻസ് കോടതി നിരീക്ഷിച്ചതിനെ ശരിവെച്ചുകൊണ്ട് ആ വിധത്തിൽ തന്നെ നിരീക്ഷിക്കുകയല്ലേ ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? സൗമ്യ, തീർച്ചയായും ഇക്കാര്യത്തിൽ കോടതിയുടെ ചില പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം, ചില സൂചനകൾ പുറത്തു വരുന്നത് വ്യക്തമാണ്. അത് സർക്കാരിന് UDF-ന് തിരിച്ചടിയാണ്. വിജിലൻസ് ഡയറക്ടർ കേസിൽ തീർപ്പുണ്ടാക്കിയത് അതല്ല എങ്കിൽ KM മാണിക്കെതിരെ കേസ് തുടരന്വേഷണത്തിനോ അല്ലെങ്കിൽ കേസ് തുടർന്നു കൊണ്ടുപോകാനോ ഉള്ള വ്യക്തമായ തെളിവുകൾ ഇല്ല എന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ അന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച നിലപാട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് SP-ക്ക് നൽകിയ നിർദ്ദേശവും അത്തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് അന്തിമ റിപ്പോർട്ടിൽ സ്വാഭാവികമായും KM മാണിക്കെതിരെ കേസെടുക്കാൻ നിർവാഹമില്ല അല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ അന്ന് വിജിലൻസ് സ്വീകരിച്ച നിലപാട്. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് വിജിലൻസ് കോടതി അന്ന് നിലപാട് സ്വീകരിച്ചത്. തുടരന്വേഷണം വേണം എന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഇവയാണ്. വിജിലൻസ് ഡയറക്ടർ തീർപ്പുണ്ടാക്കിയത് തെളിവുകൾ പരിശോധിക്കാതെ ഡയറക്ടർക്ക് തുടരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. വിജിലൻസ് ഡയറക്ടർ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി, ഡയറക്ടർക്ക് നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റി, സ്വന്തം അഭിപ്രായം അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു, വസ്തുതാവിവര റിപ്പോർട്ട് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് തുടങ്ങിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഉണ്ടാകാൻ പോകുന്ന വിധി ഒരുപക്ഷെ സർക്കാരിന് KM മാണിക്ക് തിരിച്ചടിയാകും. അത് വിജിലൻസ് കോടതിക്ക് അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന ചില പരാമർശങ്ങളാണ്, നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്, ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാകുകയാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, വിജിലൻസിന് വീഴ്ച പറ്റിയിരിക്കുന്നു, വിജിലൻസ് ഡയറക്ടർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോടതി പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം വാദമധ്യേ ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തത്. ബാർ കോഴ കേസിൽ വിജിലൻസ് ഡയറക്ടർ പരിധി വിട്ടു. SP-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഡയറക്ടർ നടത്തിയ ഇടപെടൽ വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണ്. ബാർ ഉടമകൾ പണവുമായി KM മാണിയെ കാണാൻ പോയത് എന്തിന്? മന്ത്രി മാണിക്കെതിരായ ബാർ കോഴ കേസിൽ തുടരന്വേഷണം നടത്താനുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ബാർ കോഴയിൽ തെളിവുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. കാര്യങ്ങൾ ഒരുപക്ഷെ വിജിലൻസ് കോടതി നിരീക്ഷിച്ച സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതി കാര്യങ്ങൾ വിധി പ്രസ്താവത്തിൽ വിശദമായി തന്നെ പറയുന്നു എന്ന് തന്നെ വേണം അറിയാൻ. ഇപ്പോൾ കോടതി തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കുക, ഉച്ചപക്ഷ വിധി പ്രസ്താവം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലാണ് കോഴയ്ക്ക് തെളിവുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വിജിലൻസ് ഡയറക്ടർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് വിജിലൻസ് കോടതി എടുത്തിട്ടുള്ള നിലപാടുകളിലൊക്കെ തന്നെ അതിന് ശരിവെക്കുന്ന രീതിയിൽ വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി അടക്കമുള്ള കാര്യങ്ങൾ, അന്വേഷണം തുടരണമെന്ന SP-യുടെ നിലപാട് ശരി എന്നും കോടതി വിധിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ
യെസ്, ഈ നിലവിലെ സാഹചര്യത്തിൽ വിജിലൻസ് കോടതി വിധിയെ തന്നെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ഇവിടെ വിധി പ്രസ്താവം പുരോഗമിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. വിജിലൻസ് കോടതിയിൽ വാദിച്ച എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായ വിധി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴും കോഴയ്ക്ക് തെളിവുണ്ട്, വിജിലൻസ് ഡയറക്ടർ നിഷ്പക്ഷ താൽപര്യത്തിൽ വഴങ്ങിയാണ് ഇടപെട്ടത് തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങൾ പറയുമ്പോൾ വിജിലൻസ് കോടതിയുടെ വിധിയെ അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ളൊരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാർ കോഴയ്ക്ക് തെളിവുണ്ട് എന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജിലൻസ് കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ, വിജിലൻസ് നൽകിയ അന്തിമ റിപ്പോർട്ടിനെ കവച്ചു വെച്ചുകൊണ്ട് വസ്തുതാ റിപ്പോർട്ട് പരിശോധിച്ച് വിജിലൻസ് കോടതി കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോടതി ആ വിധത്തിലാണ് വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാർ കോഴയ്ക്ക് തെളിവുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി മാണി പണം വാങ്ങിയല്ലോ എന്ന് നിരീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബാർ കോഴയ്ക്ക് തെളിവുണ്ടായെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അമ്പിളിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സുപ്രധാനമാണ്. ഈ ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാടുകളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നത് കോടതി. SP സുകേഷിന്റെ ആവശ്യത്തിൽ കഴമ്പുണ്ട്, അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കഴമ്പുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അന്വേഷണം തുടരണമെന്ന SP സുകേഷിന്റെ വസ്തുതാ റിപ്പോർട്ട് അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബാർ കോഴയ്ക്ക് തെളിവുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ കമാൽ പാഷ നടത്തിയിരിക്കുന്നത്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കോഴയ്ക്ക് തെളിവുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ? സൗമ്യ, തീർച്ചയായിട്ടും കാര്യങ്ങൾ അതിസങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. കോടതി വിധി പ്രസ്താവത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു, ബാർ കോഴയ്ക്ക് തെളിവുണ്ട്, കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന പരാമർശം കോടതി നടത്തിയതിലൂടെ വളരെ വ്യക്തമാണ് എങ്ങോട്ടാണ് വിധി പോകുന്നത് എന്നുള്ളത്. അന്വേഷണം തുടരണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP-യുടെ നിലപാട് ശരിയെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് എന്താണോ വിജിലൻസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അത് നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് കോടതി വിധിയുടെ ഒരു ഘട്ടം പിന്നീട്. വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഡയറക്ടർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നടപടിക്രമങ്ങളെ ഒന്നൊന്നായി പരാമർശിച്ചാണ് കോടതി വിധിയിൽ എതിർത്തത്. മാത്രമല്ല, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിജിലൻസ് ഡയറക്ടർ വഴങ്ങി എന്നുവരെ കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങളെ പറ്റി കോടതി വിശദമായി പറഞ്ഞു. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ബാർ കോഴയിൽ കൃത്യമായ ഒരു നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ബാർ കോഴയ്ക്ക് തെളിവുണ്ട്, കോഴ വാങ്ങിയതിന് തെളിവുണ്ട്, അന്വേഷണം തുടരണം എന്ന് SP പറഞ്ഞിരുന്നു. അതും ശരിയാണ് എന്ന് കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിനിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നതിനിടെ ഉണ്ടായ സംഭവങ്ങൾ കോടതി വിധി പ്രസ്താവത്തിന്റെ ഒരു ഭാഗത്ത് വിശദീകരിച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഓർഡറിലേക്ക് കടക്കും. ഉത്തരവിലേക്ക് കടന്നാൽ എന്താണെന്ന് കൃത്യമായി കോടതി വ്യക്തമാക്കുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, കോടതി ഇക്കാര്യത്തിൽ വിജിലൻസ് കോടതി ചിന്തിച്ചതിനും വിജിലൻസ് കോടതി വിധിച്ചതിനും അനുകൂലമായ ചിന്തകളും നിയമ കാര്യങ്ങളും തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളിലും പ്രഥമ ദൃഷ്ടിയായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുക. എന്തെങ്കിലും അടിസ്ഥാനപരമായി മാണിക്ക് അനുകൂലമായി ഏതെങ്കിലും നിലപാടോ തീരുമാനങ്ങളോ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഇപ്പോൾ ഇതുവരെയുള്ള നടപടികളും ഇതുവരെ കോടതി നടത്തിയ പരാമർശങ്ങളും വിധി പ്രസ്താവത്തിലെ ഇപ്പോൾ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വെച്ച് നമുക്ക് നൽകാൻ കഴിയില്ല. അതായത് കൃത്യമാണ് ബാർ കോഴയ്ക്ക് തെളിവുണ്ട് എന്ന കോടതിയുടെ പരാമർശം. മറ്റൊന്ന്, വിജിലൻസ് ഡയറക്ടർ എടുത്ത നടപടികളെ ഒന്നൊന്നായി കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലെ വീഴ്ച കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതായത് വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ തന്നെയാണ്, നിലപാടുകൾ തന്നെയാണ് ജഡ്ജ്മെന്റിന്റെ ഇതുവരെ പറഞ്ഞ ഭാഗത്ത് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അതിനെതിരെ ഇന്ന് കപിൽ സിബലിനെ ഇറക്കി അത് ഖണ്ഡിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഒക്കെ തന്നെ ഒരുപക്ഷെ കൂടുതൽ തിരിച്ചടിയായി തന്നെ വേണ്ടേ വിലയിരുത്താൻ. പ്രത്യേകിച്ച് കോടതി വിജിലൻസ് ആദ്യഘട്ടത്തിൽ വാദം നടന്ന ഘട്ടത്തിൽ വാദങ്ങൾ ഖണ്ഡിക്കാൻ ശ്രമിച്ച കപിൽ സിബലിന്റെ വാദങ്ങളോട് ചേർന്ന് നിന്നതായിരിക്കും. അത് പരിശോധിച്ചുകൊണ്ടായിരിക്കും ആദ്യഘട്ടത്തിൽ വിധപ്രസ്താവം തുടങ്ങിയ ഘട്ടത്തിൽ വളരെ രൂക്ഷമായ വിമർശനം ഡയറക്ടർ
ഡയറക്ടർക്കെതിരെ ഉന്നയിച്ചത്. അതിനുശേഷം തെളിവുകൾ കൂടി പരിശോധിക്കുന്നു. കോടതിയുടെ ആദ്യം തന്നെ വിജിലൻസ് കോടതിയുടെ അധികാരം സംബന്ധിച്ച തർക്കങ്ങൾ വന്നു, അതിലേക്ക് കടന്നു. വസ്തുതാ റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു. പിന്നീട് ഡയറക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു. പിന്നീട് തെളിവുകൾ, ബാർ കോഴയുടെ തെളിവുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് കൂടി കോടതി വരുമ്പോൾ വളരെ വിശദമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് തന്നെ ആയിരിക്കും കടക്കുക. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങി ഒരു പൂർണ്ണമായ, ഒരുപക്ഷെ കൂടുതൽ സുതാര്യമായ ഒരു വിധിയായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. സാലി, സൗമ്യ, നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദത്തിനിടെ കോടതി നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ ജഡ്ജ്മെന്റിൽ പറയുന്നതും വളരെ വ്യക്തമാണ്. എന്താണ് ഇക്കാര്യത്തിൽ നിയമം എന്നുള്ളത്, ഹൈക്കോടതിയുടെ നിലപാട് നിയമം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കോടതി നടത്തിയ വാക്കാൽ പരാമർശങ്ങളിൽ ആദ്യം തന്നെ അന്ന് പറഞ്ഞിരുന്നു, തുടരന്വേഷണത്തിനുള്ള വിജിലൻസ് കോടതിയുടെ, അതായത് വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു അപാകതയുമില്ല എന്ന് വാക്കാൽ പരാമർശം കഴിഞ്ഞ ദിവസം തന്നെ കോടതി നടത്തിയിരുന്നു. അതായത് വിജിലൻസിന്റെ ആവശ്യത്തിനെതിരാണ് നിയമം എന്ന് ഇത് വളരെ വ്യക്തമാണ്. വിജിലൻസ് ഡയറക്ടർ അധികാരപരിധി ലംഘിച്ചതും വിജിലൻസിന്റെ തന്നെ മാനുവലിനെതിരെ പ്രവർത്തിച്ചതും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വസ്തുത തിരുത്താൻ ഡയറക്ടറുടെ തീരുമാനം അത് അധികാരപരിധി ലംഘിച്ചുകൊണ്ടുള്ളതാണ് തുടങ്ങിയ വിജിലൻസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കഴിഞ്ഞു. മാത്രമല്ല അന്ന് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് കോടതി ആവശ്യപ്പെട്ടത് കോഴ നൽകിയതിന് സാക്ഷിമൊഴിയുണ്ട്, പക്ഷെ പണം വാങ്ങിയതിന് തെളിവില്ലെന്ന് AG, അന്ന് കോടതി AG ആയിരുന്നു ഹാജരായത്. അന്ന് കോടതി ചോദിച്ചത് ഇതെങ്ങനെ ഒത്തു, പിന്നെന്തിന് KM മാണിയുടെ വീട്ടിലേക്ക് പണവും കൊണ്ടുപോയി, അത് അന്വേഷിച്ചോ എന്നായിരുന്നു അന്ന് കോടതിയുടെ വാക്കാലുള്ള ചോദ്യവും പരാമർശങ്ങളും ഒക്കെ. അതായത് തുടക്കത്തിൽ മുതൽ തന്നെ ഇക്കാര്യത്തിൽ നിയമം വിജിലൻസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് എന്ന് കോടതി വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. അതിന്റെ ജഡ്ജ്മെന്റിലേക്ക് കടക്കുമ്പോഴും വളരെ വ്യക്തമായി വിജിലൻസ് ഡയറക്ടർ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും പറഞ്ഞു വെക്കുന്നു. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിജിലൻസ് ഡയറക്ടർ വഴങ്ങി എന്ന കോടതി വിധിയിലെ ജഡ്ജ്മെന്റിലെ പരാമർശം വളരെ വ്യക്തമാണ്. ആ സന്ദേശം എന്താണെന്നുള്ളത് ഡയറക്ടർ അധികാര പരിധി ലംഘിച്ചത് സംബന്ധിച്ച്, അതായത് അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അഴിമതി ആരോപണം അല്ലെങ്കിൽ കോഴ ആരോപണം നേരിട്ട ആളുകൾക്ക് വേണ്ടി കോടതി വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേൽ അമിതമായി എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ ഈ ജഡ്ജ്മെന്റ് ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളിലെ നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല ഡയറക്ടർ തെളിവുകൾ കൃത്യമായി പരിശോധിച്ചില്ല. തുടരന്വേഷണത്തിന് ഡയറക്ടർക്ക് തന്നെ ഉത്തരവിടാമായിരുന്നു. മാത്രമല്ല സ്വന്തം അഭിപ്രായം അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ചെയ്തത്. അതിന്റെ കാര്യമാണ് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിജിലൻസ് ഡയറക്ടർ വഴങ്ങി എന്ന കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ പരാമർശം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷവും ഒക്കെ ഉന്നയിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സാലി, തിരികെ എത്താം. ഒരുപക്ഷെ വളരെ നിർണായകമായ ഇത്തരത്തിലൊരു വിധി വരുമ്പോൾ വളരെ വിശദമായ ഒരു നാടകീയ രംഗങ്ങൾ കൂടി കോടതിയിൽ അരങ്ങേറുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ബാർ കോഴയിൽ തെളിവുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ച ഘട്ടത്തിൽ വലിയ എതിർപ്പ് കപിൽ സിബലിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ AGയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിനുശേഷം ആ പരാമർശത്തിൽ അത്തരത്തിലുള്ള ഒരു തർക്കം കോടതിയിൽ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മാണിക്കെതിരാകും അല്ലെങ്കിൽ സർക്കാരിനെതിരാകും, അതിനുമുപരി വിജിലൻസ് ഡയറക്ടർക്കും എതിരാകും എന്ന സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു പരാമർശം, തെളിവുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിനെതിരായി ഇത്തരത്തിലുള്ളൊരു തർക്കം നടന്നത് എന്ന തരത്തിൽ കൂടിയാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. സാലി, അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, അങ്ങേയറ്റ നാടകീയ സംഭവവികാസങ്ങൾ രംഗങ്ങളും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നമുക്കറിയാം ജഡ്ജ്മെന്റ് ഒരു ഘട്ടത്തിൽ ബാർ കോഴയ്ക്ക് തെളിവുണ്ട്, കോഴ വാങ്ങിയൻ തെളിവുണ്ട് തുടങ്ങിയ പരാമർശങ്ങൾ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി തന്നെ ജഡ്ജി നടത്തിയിരുന്നു. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടതി നാടകീയ നടന്നത്. ഈ പരാമർശം കോടതി തന്നെ തിരുത്തുകയായിരുന്നു. കോടതി തിരുത്തിയ സാഹചര്യം ഇങ്ങനെയാണ്. ഈ പരാമർശത്തിന്റെ അഡ്വക്കേറ്റ് ജനറലും
ഇപ്പോൾ വിജിലൻസിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും എഴുന്നേറ്റ് നിന്ന് എതിർക്കുകയായിരുന്നു. ഇരുവരുടെയും ഇടപെടലിനെ തുടർന്ന് അത്തരമൊരു പരാമർശങ്ങളിൽ നിന്ന് കോടതി പിൻവാങ്ങി. ഏതായാലും വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിധി പ്രസ്താവം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ കേസിന്റെ വസ്തുതകളിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് ഈ പരാമർശം തിരുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന പരാമർശമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത് വിധി പ്രസ്താവത്തിന്റെ ഘട്ടത്തിൽ. എന്നാൽ കപിൽ സിബൽ, വിജിലൻസിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ശക്തമായ ശബ്ദമുയർത്തിയ ഒരു സാഹചര്യത്തിൽ വളരെ നാടകീയമായ രംഗങ്ങൾ ഹൈക്കോടതിയിൽ അരങ്ങേറി. ഈ പശ്ചാത്തലത്തിൽ ഈ അഭിപ്രായം, കോടതി പറഞ്ഞ ഈ അഭിപ്രായം, കോഴ വാങ്ങിയതിൽ തെളിവുണ്ട് എന്ന ഈ ഒരു അഭിപ്രായം നീക്കി, അത് തിരുത്തി പരാമർശം ഒഴിവാക്കി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം എത്തി നിൽക്കുന്നത്. പക്ഷെ സാലി, അങ്ങനെ പറയുമ്പോഴും തിരുത്ത് കേസിന്റെ വസ്തുതകളിലേക്ക് കടക്കാത്തതിനേക്കാൾ കൂടിയാണ്, കേസിന്റെ വസ്തുതകളിലേക്ക് കടക്കാതെ തെളിവുണ്ട് എന്ന ആ ഒരു പരാമർശത്തിലേക്ക് എത്തി നിന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു തിരുത്തുണ്ടായത്. പക്ഷേ ഒരുപക്ഷെ വിജിലൻസ് കോടതിയുടെയും ഒരു നിരീക്ഷണം ആ വിധത്തിലായിരുന്നു. ഹൈക്കോടതിയും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, പണം കൊണ്ടുപോയല്ലോ എന്ന തരത്തിലൊരു വിമർശനം ഹൈക്കോടതിയുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കപിൽ സിബലിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ് ഹാജരായിരിക്കുന്നത്. ഈ ഘട്ടങ്ങളൊക്കെ ഒരു പരിധി വരെ അനുകൂലമാക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായൊക്കെ വേണം നമ്മൾ ഇതിനെ കാണാൻ. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആ ഒരു പരാമർശം ഒരു പക്ഷേ അങ്ങനെ തിരുത്തപ്പെടുമ്പോഴും, കോടതിയുടെ പരാമർശത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോഴും മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിച്ചാൽ എങ്ങനെയാണ് സാലി? സൗമ്യ, ഇപ്പോൾ കോടതി ബാർ കോഴയിൽ തെളിവുണ്ടെന്ന കോടതിയുടെ മുൻ പരാമർശം തിരുത്താനുണ്ടായ സാഹചര്യം ഇങ്ങനെ പറയാം. അതായത് ഇത് ഒരു തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജിയാണ്. അന്വേഷണം നടത്താനിരിക്കുന്ന ഒരു കേസിൽ ഹൈക്കോടതി ആ അപ്പീലിൽ അത്തരമൊരു പരാമർശം നടത്തുന്നതിന്റെ നിയമപരമായ സാങ്കത്യമാണ് ഈ കപിൽ സിബലും AGയും കോടതിയിൽ ചോദ്യം ചെയ്തത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ, ഇനി അന്വേഷണം നടത്താനിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉള്ള ഒരു സ്വാധീനിക്കലോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ പെട്ടേക്കാം എന്നൊരു ആശങ്കയാണ് ഇവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോടതി അക്കാര്യത്തിൽ പരാമർശങ്ങളെങ്കിൽ വേണ്ട എന്ന നിലപാടിലേക്ക് കോടതിയിൽ എത്തിയത്. അത് വെറും സാങ്കേതികം മാത്രമാണ്. അത് ഏതെങ്കിലും മാനിയെ കുറ്റവിമുക്തനാക്കുന്ന ഒരു പരാമർശമേ അല്ല. കാരണം തുടരന്വേഷണം നടക്കാനിരിക്കുന്ന ഒരു കേസിൽ തുടരന്വേഷണം സംബന്ധിച്ച ഹർജിയിൽ ഈ അന്വേഷണം നടക്കേണ്ട പ്രധാന മെറിറ്റിലേക്ക് കോടതി കടക്കുന്നത് അത്തരമൊരു പരാമർശം അന്വേഷണ ഉദ്യോഗസ്ഥനെയും അന്വേഷണ സംഘത്തെയും സ്വാധീനിച്ചേക്കാം എന്ന ആശങ്കയാണ് കപിൽ സിബലും മറ്റും പറഞ്ഞത്. അത് സ്വാഭാവികമായും കോടതി അംഗീകരിച്ചു. അത് തീർത്തും സാങ്കേതികമാണ്. അത് ഏതെങ്കിലും തരത്തിൽ KM മാണിക്കുള്ള ക്ലെയിം ചിറ്റല്ല. ബാർ കോഴ കേസിൽ തെളിവുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റിയ ഘട്ടം അല്ല വാദം. കാരണം തുടരന്വേഷണമാണ് ഹർജിയിലെ വിഷയം. വിധി പ്രസ്താവം മാറ്റിവെക്കണമെന്നൊരു ആവശ്യം കൂടി ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. AGയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിധി പ്രസ്താവം മാറ്റിവെക്കണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു തിരുത്തിന് മേൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാം എന്ന ഒരു ആ തരത്തിലുള്ളൊരു നീക്കങ്ങൾ കൂടി ഹൈക്കോടതിയിൽ അരങ്ങേറുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കാണ് ഹൈക്കോടതി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് വിജിലൻസ് ഡയറക്ടർക്കെതിരായ കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്ന കാര്യത്തിൽ ഈ പശ്ചാത്തലം എങ്ങനെ പരിശോധിക്കപ്പെടണം സാലി? സൗമ്യ, തീർച്ചയായിട്ടും സർക്കാരിനെയും വിജിലൻസിനെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഇതുവരെയുള്ള പരാമർശങ്ങൾ വെച്ച്, ജഡ്ജ്മെന്റിലെ ഇതുവരെയുള്ള ഭാഗങ്ങൾ വെച്ച് വളരെ കൃത്യമാണ് എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ജഡ്ജ്മെന്റ് നടക്കുന്ന മുറിയിലിരിക്കുന്ന അഭിഭാഷകർക്കൊക്കെയും വ്യക്തമായി. ആ സാഹചര്യത്തിൽ കൂടിയാവണം ഇപ്പോൾ ഇത് നീട്ടിവെക്കുക എന്നൊരു തന്ത്രത്തിന്റെ ഒരു ഭാഗമായി, വളരെ മുൻകൂട്ടി എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചിട്ടില്ലെന്ന വിവരമാണ് പുറത്ത് ലഭിക്കുന്നത്. അക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വിധി പ്രസ്താവം മാറ്റിവെക്കണം എന്ന AGയുടെ ആവശ്യം വളരെ നാടകീയമായി AG മുന്നോട്ട് വെക്കുകയായിരുന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. ഇന്ന് തന്നെ വിധി പറയും. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു
ഇനി ഇതുമായി വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഇപ്പോൾ AGയുടെ ആവശ്യം കൂടി വന്ന സാഹചര്യത്തിൽ ആയിരിക്കും വലിയ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയാണ് ഹൈക്കോടതിയിൽ. വിധി പ്രസ്താവം നിർത്തി വീണ്ടും വാദം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കും. ഒരു പക്ഷേ കേസിന്റെ മെറിറ്റിലേക്ക് കൂടി ഹൈക്കോടതി കടന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി പ്രസ്താവം മാറ്റണം എന്ന ഒരു ആവശ്യം AG ഉന്നയിച്ചു, പക്ഷെ അതിനെ തള്ളി. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം ഒരു പക്ഷേ വീണ്ടും വിധി പ്രസ്താവം നിർത്തിവെച്ച് വീണ്ടും വാദം തുടരുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഹൈക്കോടതി. സാലി, സൗമ്യ, തീർച്ചയായും ഈ AGയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് മാറ്റിവെക്കണം എന്നുള്ളത് തന്നെയായിരുന്നു AGയുടെ ആവശ്യം. സ്വാഭാവികമായും AGയെയും ഇത്തരമൊരാവശ്യം തള്ളി എന്ന പഴി ഹൈക്കോടതിക്ക് കേൾക്കേണ്ട വരും എന്ന് ഒരു പക്ഷേ ഹൈക്കോടതി സംശയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് കൂടിയാവണം ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളത് പിന്നീട് പറയാൻ മാറ്റിവെക്കണ്ട, ഇപ്പോൾ തന്നെ വാദം തുടരാം എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. ഇപ്പോൾ ജഡ്ജിമെന്റിനിടയിൽ നമുക്ക് പുറത്ത് ലഭിക്കുന്ന വിവരം ജഡ്ജിമെന്റിനിടയിൽ ചില വാദങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആവശ്യം, AGയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആവശ്യത്തെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. വാദത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ കൂടി കേൾക്കാൻ കോടതി തയ്യാറായിരിക്കുകയാണ്. അതും കൂടി കേട്ടിട്ടാവും ജഡ്ജിമെന്റിന്റെ ബാക്കി ഭാഗങ്ങൾ. ഒരുപക്ഷെ വളരെ ക്രൂഷ്യലായ ഘട്ടത്തിലേക്ക് ഹൈക്കോടതി നീങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ ഉണ്ടായിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത്. വിധി പ്രസ്താവിക്കുന്നു, അതിനിടയിൽ ഉണ്ടായിരിക്കുന്ന സുപ്രധാനമായ വിമർശനം, അവിടെ കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന കോടതിയുടെ ഭാഗത്തു നിന്നും വിധി വരുന്നു. കോടതി അതിനിടയിൽ കോടതി ഒരു സുപ്രധാനമായ കാര്യം കൂടി ചോദിക്കുന്നു. സർക്കാരും വിജിലൻസും എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു? ഒരുപക്ഷെ വിജിലൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുകേഷിന്റെ വസ്തുതാ റിപ്പോർട്ട് പരിശോധിക്കേണ്ട ഘട്ടങ്ങളെ ഒക്കെ ആ വിധത്തിൽ കൂടി പരിശോധിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. എന്തിന് നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നു എന്ന തരത്തിലൊക്കെ നേരത്തെ തന്നെ ഹൈക്കോടതി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ ഇങ്ങനെയൊരു വിമർശനം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, അതായത് തെളിവുണ്ട് എന്ന്, ബാർ കോഴയിൽ തെളിവുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞു, കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തത് കൊണ്ട് അത് ഒഴിവാക്കണം എന്ന ആവശ്യം കപിൽ സിബലും AGയും ഉന്നയിച്ചു. അത് ഒഴിവാക്കി പരാമർശങ്ങളിൽ നിന്ന് അത് മാറ്റി നിർത്തുമ്പോഴും എന്തുകൊണ്ട് കേസ് അന്വേഷണത്തെ ഭയപ്പെടുന്നു, സർക്കാരും വിജിലൻസും ഭയപ്പെടുന്നു എന്ന ചോദ്യം, എന്ന വളരെ സുപ്രധാനമായ ചോദ്യം. ഒരുപക്ഷെ സാങ്കേതിക വശങ്ങളിൽ നിന്നുകൊണ്ട് ആദ്യമുണ്ടായ പരാമർശം, കോഴയ്ക്ക് തെളിവുണ്ടെന്ന പരാമർശം മാറ്റി നിർത്തുമ്പോഴും കോടതി കാര്യങ്ങളെ കൂടുതൽ വിശദമായി, കൂടുതൽ സംശയദൃഷ്ടിയോടുകൂടി നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അന്വേഷണത്തെ വിജിലൻസും സർക്കാരും ഭയപ്പെടുന്നു എന്ന്. സാലി, സൗമ്യ, അത്യന്തം നാടകീയവും അസാധാരണമായ സംഭവങ്ങളുമാണ് കോടതി മുറിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നത് തന്നെയാണ് ഈ നടപടിക്രമങ്ങളും ഈ നാടകീയ സംഭവങ്ങളും. ഏതെങ്കിലും വിധത്തിൽ കോടതിയുടെ കടുത്ത പരാമർശങ്ങളും വിജിലൻസിനെതിരായ വിധിയും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് AG ഹാജരായിരിക്കുന്നത്. ഒപ്പം അതുകൊണ്ട് ആ ലക്ഷ്യത്തോടുകൂടി തന്നെ വളരെ ഫീസ് നൽകി സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകനെ കപിൽ സിബലിനെ കോടതിയിൽ ഹാജരാക്കി വിജിലൻസ്. പക്ഷെ അതുകൊണ്ടും വിജിലൻസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുന്ന തോന്നലുണ്ടായപ്പോഴാണ് ഓരോ കോടതിയുടെ ജഡ്ജ്മെന്റിൽ പോലും ഇടപെടാൻ സർക്കാരിനും വിജിലൻസിനും വേണ്ടി ഹാജരായ അഭിഭാഷകർ തയ്യാറായത്. അതുകൊണ്ടുകൂടിയാവണം കോടതി എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നു വിജിലൻസ് എന്ന ചോദ്യം ഉന്നയിച്ചത്. സ്വാഭാവികമായും വളരെ വ്യക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങളുടെ ചുവട് പിടിച്ച് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന വ്യക്തമായ സൂചന നൽകുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പരാമർശങ്ങളും, ഇപ്പോൾ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങളും നാടകീയ സംഭവങ്ങളും എല്ലാം. ജഡ്ജ്മെന്റ് പരമാവധി വൈകിപ്പിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങുകയോ തുടങ്ങിയ ലക്ഷ്യത്തോടെ തന്നെയാണ് വിജിലൻസിന്റെ അഭിഭാഷകരും മറ്റും ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിനെയും കോടതി വിമർശിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്ന കോടതി ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും
വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ സങ്കീർണമായ പ്രക്രിയയിലൂടെ കോടതി പുരോഗമിക്കുന്നു. അത് രാഷ്ട്രീയമായി UDF-നും വ്യക്തിപരമായി KM മാണിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കൂടിയാണ് നിയമമന്ത്രിയായ KM മാണിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകനെ എത്തിച്ച് വിജിലൻസിന് വേണ്ടി എന്ന പേരിൽ ആണെങ്കിൽ കൂടിയും കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. അതുകൊണ്ടും ഏതെങ്കിലും തരത്തിൽ വിജിലൻസിനോ KM മാണിക്കോ UDF സർക്കാരിനോ ഗുണമുണ്ടാകും എന്ന് പറയാവുന്ന ഘട്ടത്തിലല്ല ഇപ്പോൾ കേസിലെ വിചാരണയുടെ അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഓരോ ഘട്ടവും വിജിലൻസിന് തിരിച്ചടി നൽകുന്ന ചോദ്യങ്ങളാണ് കോടതി നടത്തുന്നത്. വിജിലൻസിന് ഓരോ ഘട്ടത്തിലും വിജിലൻസിനെ വിമർശിക്കുന്ന, വിജിലൻസ് ഡയറക്ടറെ നിശിതമായി വിമർശിക്കുന്ന പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അതിനെതിരെ നടത്തുന്ന വിജിലൻസിന്റെ അഭിഭാഷകനും കപിൽ സിബലും നടത്തുന്ന ഇടപെടലുകളെ കോടതി ഭാഗികമായെങ്കിലും അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കുന്നു. എങ്കിലും എല്ലാ നടപടിക്രമങ്ങളിലൂടെയും കോടതി പൂർത്തിയാക്കി തന്നെ ഒരു വിധിയിലേക്ക് കടക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വാദം കേൾക്കാൻ കോടതി തയ്യാറായത്. ഏതായാലും ഇപ്പോഴും തുടരുകയാണ്. കോടതി ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ വാദം പൂർത്തിയായി ഇന്ന് തന്നെ വിധി പറയാനാണ് കോടതിയുടെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സാലി, ആദ്യം മുതൽക്ക് വിധി പ്രസ്താവത്തിൽ ആദ്യം മുതൽക്ക് ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടികൾ, വിജിലൻസ് ഡയറക്ടർക്ക് നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അടക്കം, പ്രത്യേകിച്ച് കേസിനെ പരാമർശിച്ചു പോലും കോടതി പോയ ഒരു ഘട്ടത്തിൽ ഇന്ന് വിധി പ്രസ്താവം മാറ്റിവെച്ച് ഇതിൽ ഇടപെടുക, കൂടുതൽ ഒരുപക്ഷെ സാങ്കേതിക വശം ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്ന ഒരു നിഗമനത്തിലായിരിക്കുമോ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ളത്? പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും വാദം കേൾക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. സൗമ്യ, ഏതായാലും കോടതി കാര്യത്തിൽ ഇന്ന് തന്നെ വിധി പറയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ തന്നെ ജഡ്ജ്മെന്റിനിടയിൽ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അത് പറയാൻ അനുമതി വിജിലൻസിനും അല്ലെങ്കിൽ സർക്കാരിനും വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് പൂർത്തിയാക്കി അവരുടെ വാദങ്ങൾ, വിജിലൻസിന്റെ വാദങ്ങൾ ഒരു ഘട്ടം കൂടി കേൾക്കാൻ തയ്യാറാവുകയാണ് കോടതി. ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് കോടതി നടപടിക്രമങ്ങൾ ഉണ്ടായി എന്ന പിന്നീട് വിമർശനം ഉയരാതിരിക്കാനുള്ള വളരെ മുൻകരുതലോടുകൂടിയ സമീപനം കോടതി സ്വീകരിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അത് ആണ് ഒരുപക്ഷെ നാടകീയ സംഭവവികാസങ്ങൾ, അസാധാരണ നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് വിവക്ഷിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എങ്കിലും നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നിയമം കൃത്യമായി പരിപാലിച്ചുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് വരിക എന്ന്, അല്ലെങ്കിൽ ഇരു കക്ഷികൾക്കും പൂർണ്ണമായി നീതി ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് വരിക എന്ന ലക്ഷ്യം തന്നെയാണ് കോടതിക്കുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ജഡ്ജ്മെന്റിന്റെ ഒരു ഘട്ടത്തിൽ വാദത്തിലേക്ക് കടക്കാൻ പോലും തയ്യാറാവുന്ന അസാധാരണ നടപടിക്രമത്തിലേക്ക് കോടതി കടന്നത്. അത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന എല്ലാ പരാമർശങ്ങളും സർക്കാരിനും വിജിലൻസിനും വിജിലൻസ് ഡയറക്ടർക്കും എതിരാണ്. വിജിലൻസ് ഡയറക്ടർ കൃത്യമായി നടപടിക്രമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജ്മെന്റ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനിടയിൽ കോടതിക്ക് തെളിവുണ്ട് എന്ന കോടതിയുടെ പരാമർശമാണ് പിന്നീടുള്ള ഇടപെടലിനും തുടർവാദത്തിനും ഒക്കെ ഇടയാക്കിയത്. ഏതായാലും കേസിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് കൃത്യമായും, കേസിന്റെ ഇതുവരെയുള്ള പോക്ക് കൃത്യമായും വിജിലൻസ് ഡയറക്ടറുടെ നടപടികളെ എതിർത്തുകൊണ്ടുള്ള വിജിലൻസ് കോടതി വിധി ശരിവെക്കുന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ ഇതുവരെ, ഇന്നിപ്പോൾ ജഡ്ജ്മെന്റ് വായിച്ചു തുടങ്ങിയതുവരെയുള്ള ഓരോ നടപടിക്രമങ്ങളും പരിശോധിച്ചാൽ വ്യക്തമാവുക. ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം ഇന്ന് തന്നെ ഒരുപക്ഷെ വിധി പറഞ്ഞേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിരീക്ഷണങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിധി പ്രസ്താവം നിർത്തി കൂടുതൽ വാദത്തിലേക്ക് പോയിരിക്കുകയാണ് കോടതി. കൂടുതൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരിക്കുന്നു. ഇതിന്റെ സാഹചര്യത്തിൽ കപിൽ സിബൽ കൂടുതൽ വാദത്തിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഹൈക്കോടതി കടന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വലിയൊരു തർക്കം ഹൈക്കോടതിയിൽ നടന്നത്. കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന ഹൈക്കോടതി പരാമർശത്തിലായിരുന്നു കപിൽ സിബലും ഒപ്പം തന്നെ AGയും ഹൈക്കോടതിയിൽ തന്നെ ഒരു ശക്തമായ വിമർശനം ഉന്നയിച്ചത്. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ പരാമർശം മാറ്റണം എന്ന ആവശ്യമാണ് അവിടെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പരാമർശം മാറ്റുകയായിരുന്നു കോടതി ചെയ്തത്.
യെസ്, ശ്രീ മനോജ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം, ഒരുപക്ഷെ പൂർണ്ണമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് ഇവിടെ പോയിട്ടില്ല ഈ ഘട്ടത്തിൽ കോടതി, അതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്നേ വരെ ഒരു വിധി പ്രസ്താവത്തിനിടയിലും കാണാത്ത തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് ശ്രീ മനോജ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. വിധി പ്രസ്താവം നടക്കുന്നു, വളരെ രൂക്ഷമായ വിമർശനങ്ങൾ വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഉണ്ടാകുന്നു. വിജിലൻസ് കോടതിയുടെ നടപടിയെ ശരിവെക്കുന്നു. വസ്തുതാവിവര റിപ്പോർട്ട് പരിശോധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്ന് പറയുന്നു. വിജിലൻസ് ഡയറക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനം, നിഷ്പക്ഷ താല്പര്യമുണ്ടോ അദ്ദേഹത്തിന് എന്ന തരത്തിൽ പോലും വിമർശനം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് കേസിലേക്ക് ഒരുപക്ഷെ കടന്നത്. കോടതിയുടെ പരാമർശം ഉണ്ടാകുന്നത് തെളിവ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തതുകൊണ്ട് ആ പരാമർശം ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന വാദത്തിലേക്ക് കൂടി കോടതി കടക്കുന്നു. നിലവിൽ ഈ കേസിന്റെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ശ്രീ പി. മനോജ്? ഇത് തീർത്തും അസ്വാഭാവികമായ ഒരു അവസ്ഥയാണ് ഹൈക്കോടതിയിൽ ഇന്നുണ്ടായത്. സാധാരണ നിയമസഭയിലാണ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറുപടി പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക. ഇവിടെ ജഡ്ജി വിധി പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൻ്റെ പേരിൽ നിയമസഭയിലോ പാർലമെൻറ്റിലോ ഉണ്ടാകുന്നത് പോലെ ബഹളമുണ്ടാകുന്നു. ഒരു വിധി കോടതി പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായ നിയമപരമായ മാർഗങ്ങളുണ്ട്. അത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാം, സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. അങ്ങനെ ആ വ്യവസ്ഥാപിതമായ നിയമപരമായ മാർഗങ്ങളെപ്പോലും ധിക്കരിച്ചുകൊണ്ട് കാണിക്കുന്ന വെപ്രാളം, ഇത് യഥാർത്ഥത്തിൽ നേരത്തെ വിജിലൻസ് കോടതി വിധി വന്നപ്പോൾ സർക്കാരിന് നേരിയ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രശ്നം മാന്തി പുണ്ണാക്കി വളരെ ഇനി ഒരിക്കലും അത് മാറാത്ത രീതിയിലുള്ള ആഘാതമായി ഈ ഹൈക്കോടതി വിധിയോടെ മാറുകയാണ്. കാരണം വിജിലൻസ് ഡയറക്ടർ അദ്ദേഹം അധികാര പരിധി ലംഘിച്ചു, തുടരന്വേഷണം വേണം എന്നാണ് വിജിലൻസ് കോടതി വിധിച്ചത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ ഓരോ കുറ്റങ്ങളും ഓരോ കുറവുകളും ഓരോ പാകപ്പിഴകളും ശ്രീ മനോജ് ഒന്ന് ഇടപെട്ട് പറയുകയാണ്. ഏറ്റവും പുതിയ പരാമർശം ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങളുടെ പണത്തെക്കുറിച്ച് ആശങ്കയുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് കേസുമായി ബന്ധപ്പെട്ട് കേസിന് തെളിവുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ച കാര്യങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ശ്രീ കപിൽ സിബൽ ഇപ്പോൾ വാദം തുടരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോടതിയുടെ നിരീക്ഷണം എന്ന് മനസ്സിലാക്കണം. ആ ഒരു പരാമർശം മാറ്റി നിർത്തി, പ്രത്യേകിച്ച് കേസിന്റെ മെറിറ്റിലേക്ക് പോകാത്തതുകൊണ്ട് ആ ഒരു പരാമർശം മാറ്റി നിർത്തുമ്പോഴും ഈ കാര്യങ്ങളിൽ, കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സ്റ്റേണായി ഹൈക്കോടതി നിൽക്കുന്നു എന്നുകൂടി വേണ്ട മനസ്സിലാക്കാൻ ശ്രീ മനോജ്. തീർച്ചയായും ഇതുവരെയുള്ള വിധി പ്രസ്താവത്തിൻ്റെ വിവരങ്ങൾ വന്നിടത്തോളം ഈ കേസിൽ KM മാണി അതുപോലെ ഗവൺമെൻറ് നടത്തിയ കുഴപ്പങ്ങൾ, അഴിമതി, ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പൊതുജനങ്ങളുടെ പണത്തെക്കുറിച്ച് ആശങ്കയുണ്ട് എന്ന് കോടതി പറഞ്ഞത് ഒരുപക്ഷെ കപിൽ സിബൽ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് കൂടിയാവാം. കാരണം കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അതുപോലെ അഭിഭാഷകരുണ്ട്. ഈ കോഴമാണിയെ രക്ഷിക്കാൻ ഇതൊന്നും പോരാ, ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കപിൽ സിബലിനെ ലക്ഷങ്ങൾ ചെലവാക്കി കൊണ്ടുവന്നതിൽ കൂടി കോടതിയുടെ ആശങ്ക ഒരുപക്ഷെ പ്രകടിപ്പിച്ചതാകാം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വിജിലൻസിന്റെ കോടതി വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം എന്നൊരു നിലപാടെടുക്കുന്നു. പിന്നീട് അത് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടിയാകും എന്ന ഒരു ഭയം, നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ തന്നെ തിരിച്ചടിയാകും എന്നൊരു ഭയത്തോടു കൂടി വിജിലൻസിനെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുക തന്നെയായിരുന്നു സർക്കാർ ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞുകൊണ്ട്, വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി ഒക്കെ നിശ്ചയിച്ചുകൊണ്ട്, ആ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ വാദിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അതിലൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാം എന്നൊരു നിലപാട് കൂടിയല്ലായിരുന്നു മാണിക്കും സർക്കാരിനും ഉണ്ടായിരുന്നത്. അതിനെ കൂടുതൽ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ഖണ്ഡിക്കുമ്പോൾ, അതെ, ഇത് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും അതുപോലെ ഈ സാങ്കേതികതയുടെയും ഒക്കെ പ്രയോജനപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ മാണിയെ രക്ഷപ്പെടുത്തിയെടുക്കാം, അതിലൂടെ സർക്കാരിനെ രക്ഷപ്പെടുത്താം എന്ന കുബുദ്ധിയാണ് ഉമ്മൻചാണ്ടി. യഥാർത്ഥത്തിൽ ഇവിടെ മാണിയല്ല, മാണിയേക്കാൾ വലിയ പ്രതിയായി നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് എന്തിന് അപ്പീൽ പോയി? യഥാർത്ഥത്തിൽ തുടരന്വേഷണമാണ് കോടതി ആവശ്യപ്പെട്ടത്. ആ തുടരന്വേഷണം നടത്തുന്നതിൽ എന്താണ് തടസ്സം? തുടരന്വേഷണം നടത്തി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇത് തുടരന്വേഷണം നടത്തി മാണി കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അവിടെ ഒരു പക്ഷേ ഹൈക്കോടതിയുടെ ഒരു പരാമർശം കൂടി വളരെ സുപ്രധാനമാണ്. കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: തുടരന്വേഷണത്തെ എന്തുകൊണ്ട്
സർക്കാരും വിജിലൻസും ഭയപ്പെടുന്നു എന്ന്. ഒരുപക്ഷെ ആ കാര്യത്തിൽ എല്ലാ ഉത്തരവും ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെയാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന വസ്തുതയുടെ പിൻബലം വരുന്നത്. കാരണം തുടരന്വേഷണത്തെ ഭയപ്പെടുന്നത് കുറ്റവാളികൾ പിടിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ കോടതിയും ചോദിച്ചിരിക്കുന്നു, പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ഈ ജനങ്ങളെ വെല്ലുവിളികളാണ്. വളരെ തന്ത്രപരമായ ഒരു നീക്കം കൂടി ഇവിടെ ശ്രീ കപിൽ സിബൽ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഘട്ടത്തിൽ വിധി വിപരീതമാകാവുന്ന ഒരു ഘട്ടത്തിൽ കൂടി ആകണം ഒരു ഇടപെടൽ. വളരെ തന്ത്രപരമായ ഒരു പിന്മാറ്റം കൂടി കപിൽ സിബൽ നടത്തിയിരിക്കുന്നു. അതായത് വിജിലൻസ് വിധിയെ സ്റ്റേ ചെയ്യേണ്ട, തുടരന്വേഷണം നടക്കണം എന്ന വിജിലൻസ് വിധിയെ സ്റ്റേ ചെയ്യേണ്ട, പകരം അന്വേഷണത്തെ മറ്റൊരു വിധത്തിലും ബാധിക്കില്ല, ഇടപെടലുകൾ ഉണ്ടാകില്ല എന്ന ഒരു നിരീക്ഷണം ആണ് വേണ്ടത് എന്ന വളരെ തന്ത്രപരമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ കപിൽ സിബൽ കോടതിയിൽ എടുത്തിരിക്കുന്നത്. കപിൽ സിബലിനെ പോലത്തെ മുതിർന്ന ഒരു അഭിഭാഷകന് കോമൺ സെൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം കോടതി ഇത്ര നേരവും പറഞ്ഞ എന്താണെന്ന് കപിൽ സിബലിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വിധി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ പിന്മാറിയാൽ സ്വാഭാവികമായും അദ്ദേഹം പരാജയപ്പെട്ടു, ഗവൺമെൻറ്റിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്ന് പരാജയപ്പെട്ടു എന്ന ഒരു അവസ്ഥ ഒഴിവാക്കാം എന്ന് മാത്രമല്ല മാണിയെ കൂടുതൽ ഈ നിയമ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മന്ത്രിപദത്തിൻ്റെ നീളം കൂട്ടാം എന്നൊരു ധാരണയും കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കണം എന്നാണ് കരുതേണ്ടത്. അവിടെ ഒരു പക്ഷേ കപിൽ സിബൽ ഉദ്ദേശിക്കുന്നത്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലക്ഷങ്ങൾ മുടക്കി കൊണ്ടുവന്നതിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകണമല്ലോ. കപിൽ സിബൽ ഉദ്ദേശിച്ചത് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലൂടെ ഒരു പക്ഷേ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മറ്റൊരു സുപ്രധാനമായ വിമർശനം, ഒരുപക്ഷെ മാണി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അധികാര കസേരയിൽ കടിച്ചു തൂങ്ങുന്നു എന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകുന്നു. ജനങ്ങൾക്ക് ആശങ്കയുണ്ട് മാണി വീണ്ടും മന്ത്രി കസേരയിൽ തുടരുന്നതിന് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് മാണി തുടരുന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിടുന്നുവെന്നും ഹൈക്കോടതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിൻ്റെയും മനസാക്ഷിയാണ് ഉണരേണ്ടത്. കാരണം ഇത്രയും വലിയ ഒരു കോഴ കേസിലെ പ്രതി അദ്ദേഹം കോടതി തന്നെ, വിജിലൻസ് കോടതി ആദ്യം, ഇപ്പോൾ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു ഇനിയും ഈ മാണിയെ വെച്ച് ഭരണം തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അവിടെ വലിയ ആദർശ ധീരന്മാരായ സുധീരനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ആദർശത്തിൻ്റെ കുരു എത്രമാത്രം പൊട്ടി ഒഴുകുമെന്നാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ ആ ഒരു വിമർശനം ഉണ്ടായിരുന്നു, തെളിവുണ്ട്, കോടതിയിൽ തെളിവുണ്ട് എന്ന് ആ ഒരു പരാമർശം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കപിൽ സിബൽ ഈ പെട്ട പാടൊക്കെ. പക്ഷെ അതിലും വലിയ വിമർശനങ്ങൾ, ഒരുപക്ഷെ വടികൊടുത്ത് അടിവാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മാണി അധികാര കസേരയിൽ അല്ലെങ്കിൽ മന്ത്രിയായി തുടരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ഇവിടെ നഷ്ടപ്പെട്ടത് ജനങ്ങളുടെ പണമാണ് എന്നൊക്കെ വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ പ്രതിപക്ഷമല്ല ആരോപണം ഉന്നയിക്കുന്നത്, ഡയറക്റ്റ് കോടതി തന്നെ ഈ വിധത്തിലൊരു ആരോപണം പറയുകയാണ്. ഇതിലും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയി ഒരുപക്ഷെ കാര്യങ്ങൾ എങ്ങനെ നിരീക്ഷിക്കാനാകും കോടതിക്ക്? അല്ല, ഇതുവരെ ഇത്തരം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും തെളിവ് എവിടെ എന്നാണ് ഉമ്മൻചാണ്ടി ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും, നിയമത്തിൻ്റെ ശിക്ഷ വരട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ നിയമം വളരെ കൃത്യമായി നീതിന്യായ കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കോഴ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തുടരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, നിങ്ങളുടെ കേസ് നിങ്ങൾക്കെതിരായ കേസാണിത് എന്ന് ആവർത്തിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു പക്ഷേ പറഞ്ഞേക്കാം, ഇനി ഡിവിഷൻ ബെഞ്ചിൽ പോകും, സുപ്രീം കോടതിയിൽ പോകുമെന്ന്. അതായത് അത് ഇതുവരെയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ, ഉമ്മൻചാണ്ടി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒഴിഞ്ഞുമാറലിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ചിലപ്പോൾ അത് വന്നേക്കാം. എന്നാൽ പോലും ഇത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് 2 ദിവസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന വിധി തെളിയിക്കുന്നത്. അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മാണിക്കോ ഉമ്മൻചാണ്ടിക്കോ രക്ഷയില്ല എന്നാണ് ഈ ഹൈക്കോടതി വിധിയിലൂടെ തെളിയുന്നത്. ഏതായാലും വിധിയുടെ ഇപ്പോഴത്തെ കോടതിയുടെ പരാമർശങ്ങളിലൊക്കെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കോഴയ്ക്ക് തെളിവുണ്ട് എന്ന പരാമർശം ഒഴിവാക്കുന്നതിലേക്ക് നടക്കുന്ന വാദങ്ങൾക്കിടെ അതിലും വളരെ രൂക്ഷമായ ചില നിരീക്ഷണങ്ങൾ, വിമർശനങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ പണമാണ്, ഇവിടെ മാണി തുടരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, മന്ത്രി കസേരയിൽ തുടരണമോ എന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളിലേക്ക് കടന്നാൽ സാലി. സൗമ്യ, തീർച്ചയായും KM മാണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയ പരാമർശങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാണി മന്ത്രിയായി തുടരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് കോടതിയുടെ പരാമർശം. മാണി മന്ത്രിയായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. മന്ത്രി ആയി മാണി സ്ഥാനത്ത് തുടരുന്നത് സംബന്ധിച്ച് മാണിയുടെ തന്നെ മനസാക്ഷിക്ക് വിടുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അതായത് വളരെ വ്യക്തമാണ് കോടതി നൽകുന്ന സന്ദേശം. ഒരു അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് എങ്ങനെ കുറ്റാരോപിതനായ ഒരാൾക്കെതിരെ എത്ര
എത്ര മാത്രം അങ്ങേയറ്റത്തെ പരാമർശം നടത്താവോ അങ്ങേയറ്റത്തെ പരാമർശം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നീതിപീഠം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരാമർശങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ പരാമർശങ്ങൾ വളരെ ഗൗരവകരമായ തന്നെയാണ്. ആ പരാമർശങ്ങളുടെ അടിസ്ഥാനികയാണ് മന്ത്രിയായി തുടരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. അതായത് മന്ത്രിയായി മാറി തുടരുന്നതിലെ അനൗചിത്യം കോടതി ഭംഗ്യന്തരേണ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സൗമ്യ, അവിടെയാണ് ശ്രീ പി എം മനോജ്, ഒരു പക്ഷേ പല ഘട്ടങ്ങളിലും രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് ഇന്ന് രാവിലെ പോലും വളരെ കൂളായി മാധ്യമങ്ങളെ ഫേസ് ചെയ്ത് രാജിവെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല എന്ന തരത്തിൽ ഒറ്റ വാക്കിലൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാക്കി എല്ലാ മേഖലകളിലും ബാധിച്ചു എന്ന് UDF പൊതുവിൽ വിലയിരുത്തുന്നു. കോൺഗ്രസിലായാലും UDFിലായാലും വളരെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴും പാലയും കോട്ടയും തങ്ങൾക്കാണ്. യെസ്, വളരെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. തുടരന്വേഷണം ആകാം എന്ന് കോടതി. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ വിധിക്ക് സ്റ്റേ ഇല്ല. തുടരന്വേഷണം ആകാം എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. വളരെ സുപ്രധാനമായ വിധി ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന ബാർ കോഴയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടരന്വേഷണം ആകാമെന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് മാണി മന്ത്രിയായി തുടരുന്നതിലെ വശങ്ങൾ പോലും പരിശോധിക്കപ്പെട്ട സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശ്രീ മനോജ്, ആദ്യ പ്രതികരണം എങ്ങനെയാണ്? മാണി മാത്രമല്ല, ഉമ്മൻചാണ്ടി തന്നെ രാജിവെച്ച് പോകേണ്ട അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം മാണിയെ രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി വിജിലൻസിനെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ചത്. ആ അപ്പീലാണ്, ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാണി മാത്രമല്ല, ഉമ്മൻചാണ്ടി തന്നെ ഒരു നിമിഷം അധികാരത്തിൽ തുടരുന്നതിനെതിരായിട്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ കോടതി, വിജിലൻസ് കോടതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു, സുകേഷിന്റെ വസ്തുതാ റിപ്പോർട്ട് പരിശോധിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിജിലൻസ് കോടതി വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും കാര്യങ്ങളെ ഖണ്ഡിക്കാൻ കപിൽ സിബലിനെ പോലൊരു വക്കീലായില്ല, അല്ലെങ്കിൽ വിജിലൻസിന്റെ വാദങ്ങൾക്കായില്ല. ഒരുപക്ഷെ വളരെ സാങ്കേതിക വശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വാദം നടന്നത്. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ അതിനുള്ള ഒരു സാഹചര്യം സർക്കാരിനോ വിജിലൻസിനോ അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി പൂർണ്ണമായി വ്യക്തമാവുകയല്ലേ? ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയ SP സുകേശൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് മാണിയെ രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി വിജിലൻസ് ഡയറക്ടർ ബലിയാടായി. ഇപ്പോഴിതാ ഗവൺമെൻറ് തന്നെ ആ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടർ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള നടപടികൾ അത് മാണി എന്ന കോഴ വാങ്ങിയ മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ളതായിരുന്നു എന്നാണ് ഇതിൻ്റെ മലയാളം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരെ ഇതുവരെ ഒരു ഗവൺമെൻറ്റിനെതിരെ വന്നിട്ടില്ലാത്ത വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ വിധി വന്നതിന് ശേഷം ഒരു നിമിഷം ഈ ഗവൺമെൻറ് തുടരുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടും തന്നെയുള്ള വെല്ലുവിളിയായിട്ട് മാറുന്ന അസാധാരണമായ ഒരവസ്ഥയാണ് കേരളത്തിൽ ഈ വിധിയോടെ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് വളരെ ഡയറക്റ്റായി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടും ഉള്ളത്.